ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഒരു അരമണിക്കൂർ കൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന ഒരു വെള്ളപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അതിൽ അരി കുതിർത്തേനും ആക്കലുണ്ടായിരുന്നു. ഇപ്പം ഈടായിട്ട് കുറേ വീഡിയോസിലൊക്കെ കാണാം ചൂടുവെള്ളം കൊണ്ടെല്ലാം ചെയ്യുന്നത്. ഞാനും അങ്ങനെ പൊടി വെച്ചിട്ട് ചെയ്യുന്നതാണ്. വെള്ളപ്പം ഏതായാലും ചുടല്ലേന്ന് വിചാരിച്ചിട്ട് പിന്നെ എനിക്ക് അതിലേക്ക് ഞണ്ട് വേണം തോന്നി. അങ്ങനെ അതും പോയിട്ട് വാങ്ങിക്കൊണ്ടുവന്നു. പെട്ടെന്ന് തന്നെ ഞണ്ട് ക്ലീൻ ആക്കി എടുത്തിട്ട് ഞാൻ വേഗം അതിലേക്കുള്ള ഉള്ളിയും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ ഞാൻ അവിടെ വാട്ടാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ അതിലേക്ക് ഇച്ചിരി തേങ്ങാപ്പാലെല്ലാം വേണ്ടതിനെ കൊണ്ട് അതെല്ലാം അതിൻ്റെ ഇടയിൽ ആക്കിയിട്ടെടുത്തു. ഇതിപ്പോൾ ഇച്ചിരി ഗ്രേവി ആയി തോന്നിയാണെങ്കിലും കുറച്ച് കഴിഞ്ഞാൽ കുറുകും കേട്ടോ. വെള്ളപ്പത്തിന്റെ മാവ് ഇതാ നല്ല രീതിക്ക് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. കുറെ വീഡിയോയിലെല്ലാം കണ്ടായിരുന്നു. ഞാനിങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിന് അരമണിക്കൂർ കൊണ്ടല്ലോ വെള്ളപ്പലായിട്ട് കിട്ടുമെന്ന്. പക്ഷെ ട്രൈ ചെയ്ത് നോക്കിയപ്പം അടിപൊളിയാണ് കേട്ടോ. അത്യാവശ്യം ചൂടുള്ള ഒരു വെള്ളത്തിലാണ് കേട്ടോ ഞാനിത് അടിച്ചെടുത്തത്. അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. വെള്ളപ്പം ഓരോന്ന് ചുട്ടെടുക്കുമ്പോൾ തന്നെ വേഗം കഴിച്ചു നോക്കണം എന്നുള്ള ഒറ്റ മൈൻഡാണ്. പിന്നെ ഒന്നും നോക്കിയില്ല. ഞാനൊരു പ്ലേറ്റ് കപ്പ് ഇട്ട് ഇച്ചിരി ഗ്രേവി ഇട്ടിട്ട് ഞാനങ്ങ് കഴിച്ചു. അരിയെല്ലാം കുതിർക്കാൻ മറന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അരമണിക്കൂർ കൊണ്ട് ഇങ്ങനെയും ചെയ്യാൻ പറ്റുമേ. അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ ഇഷ്ടമുള്ളവർ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ. നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.